ിലേക്ക് പോകുന്ന അഷ്കർ, ഇപ്പോൾ വൈകിട്ട് 6:30-ക്കുള്ള പൊതുയോഗം PV അൻവർ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പങ്കെടുക്കുന്നവർ വെറും 50 പേരാണ് എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. പക്ഷേ കൂടുതൽ ആളുകളെ എത്തിച്ച ശേഷം അതൊരു വലിയ പ്രഖ്യാപനത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയായിരിക്കാം ഒരു നാടകീയമായ പ്രതികരണം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണിപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി? ഈ പൊതുയോഗത്തിലേക്ക് തിരിച്ചൊരു മാർച്ചും ഉണ്ടാകും CPM-ന്റെ ഭാഗത്തുനിന്ന് എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് അറിയുന്നത്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് PV അൻവറിൻ്റെ ആ വിശദീകരണം നോക്കുന്ന ചന്തക്കുള്ള പ്രതിഷേധ വേദിയിലാണ്. ആ സ്ഥലത്താണ് നിൽക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ PV അൻവർ ഈ സ്ഥലം സന്ദർശിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന വാഹനം, ഇന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഒരു വാഹനത്തിൽ കയറി നിന്നാണ് താൻ പ്രസംഗിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ ഈ രീതിയിൽ വലിയ സ്റ്റേജുകളൊന്നുമില്ലാതെ ഇത്തരത്തിലൊരു വാഹനത്തിൽ കയറി നിന്ന് പ്രസംഗിക്കുക എന്ന് തന്നെയാണ് PV അൻവർ നിലപാട്. അതിനുവേണ്ടിയുള്ള സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും PV അൻവർ ഒരുങ്ങി തിരിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാവിലെ ആദ്യം എടവണ്ണ വീട്ടിൽ വെച്ച് കണ്ടപ്പോഴായിരുന്നു 200 ആളുകൾ മാത്രമേ താൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. പിന്നീട് മണ്ണാർക്കാട് അളനല്ലൂരിൽ എത്തിയപ്പോൾ 50 ആളുകളെയാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതെല്ലാം PV അൻവർ ഒരു തമാശ രൂപേണ ഇല്ലെങ്കിൽ അത്തരത്തിൽ ആ രീതിയിൽ പറയുന്നത് മാത്രമാണ്. അതിൻ്റെ 200 അല്ല, അതിൻ്റെ 10 ഇരട്ടി ആളുകളെങ്കിലും PV അൻവർ ഇന്ന് ഈ വേദിയിലേക്ക് കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ വലിയ ആൾക്കൂട്ടം ഇന്ന് ഇവിടെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആ രീതിയിൽ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ിലും PV അൻവറിന്റെ വിശദീകരണ യോഗത്തിന് വലിയ പ്രചാരം ലഭിച്ചിരിക്കുന്നു. വലിയ തോതിൽ രാഷ്ട്രീയമായി ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിശദീകരണ യോഗം ഇന്ന് നടക്കാനിരിക്കെ തന്നെ PV അൻവറിനെതിരെ പോലീസ് കേസ് വന്നതും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അനുകരണം സ്വാഭാവികമായിട്ടും ഈ പരിപാടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് PV അൻവറിനൊപ്പമുള്ള കേന്ദ്രങ്ങളും വിശ്വസിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം ഇന്ന് ഈ വേദിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയമായുള്ള വിലയിരുത്തൽ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഷേധ പരിപാടി എന്നതിനപ്പുറത്തേക്ക് തങ്ങളുടെ അംഗങ്ങൾ ആരും ഈ പരിപാടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഉറപ്പ് ാണ് CPM ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ തന്നെ PV അൻവറിനെതിരെ നിലമ്പൂരും എടക്കരയിലും ഇടവണ്ണയിലും ഒക്കെ അങ്ങനെ മലപ്പുറം ജില്ലയിലെ ഓരോ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇടതുപക്ഷം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിൽ നടത്തിയിട്ട് പോലും ഇനിയും അണികൾ ഇങ്ങോട്ട് എത്തുമോ എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക. മാത്രമല്ല ലീഗിന്റെയും കോൺഗ്രസിന്റെയും ചെറുതല്ലാത്തൊരു വിഭാഗം അണികളും ഇന്ന്. ശരി, അഷ്കർ അലിയും ഇക്ബാൽ അർക്കിലുമാണ് വിവരങ്ങൾ നൽകിയത്.